തിരുവനന്തപുരം പേരൂർക്കട വ്യാജ മോഷണ കേസിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന്. ബിന്ദുവിനെതിരായ കേസ് പേരൂർക്കട സ്റ്റേഷനിൽ നടന്ന പോലീസ് തിരക്കഥയാണെന്ന് തെളിയിക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. അതേസമയം ബിന്ദു തെറ്റുകാരിയാണെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് ഓമന ഡാനിയൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതിനിടെ ബിന്ദുവിനെ കുടുക്കാൻ ശ്രമിച്ച കേസിൽ ഓമന ഡാനിയലിന്റെ മകൾ നിഷയ്ക്ക് നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചു. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരൻ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചത്. സ്വർണമാല സോഫിയുടെ അടിയിൽ നിന്നും കിട്ടിയെന്ന് ഓമന ഡാനിയലും മകളും SI പ്രസാദിനോട് പറഞ്ഞിരുന്നു. ബിന്ദുവിനെതിരെ കേസെടുത്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്തു പറയരുതെന്ന് SI പറഞ്ഞു. ചവറുകൂനിയിൽ നിന്ന് കിട്ടിയെന്ന് പറയാനും SI നിർദ്ദേശിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. ശേഷമാണ് ഓമന ഡാനിയൽ അത്തരത്തിൽ മൊഴി നൽകിയത്. കേസിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്തു. ഒരു ഗ്രേഡ് SI എഴുതി തന്ന മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നാണ് നിധി ഡാനിയലിന്റെ മൊഴി. അതേസമയം ബിന്ദു തെറ്റുകാരിയാണെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് ഓമന ഡാനിയൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എനിക്കറിയത്തില്ല, എന്റെ സംഗതി കാണാതെ പോയി. 3 ദിവസം തപ്പി, പിന്നെ 3-ാം ദിവസം ഞങ്ങൾ 2 ദിവസം അവളെ ഫോൺ ചെയ്തു. വരാഞ്ഞിട്ട് 3-ാം ദിവസം ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഇത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഇതിനകത്ത് ബിന്ദുവിനെ മനഃപൂർവ്വമോ എന്താ പറയാ അല്ലെങ്കിൽ അല്ലാതെയോ ഞാൻ അവളെ പഴിച്ചിട്ടുമില്ല. ഇന്നുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് ആ കുട്ടിയോട് ഒരു വിരോധവുമില്ല. ഞാൻ അവൾക്ക് പോകാൻ നേരത്ത് ഗിഫ്റ്റൂടെ കൊണ്ടാ വിട്ടത്. ദളിത് യുവതിയെ മോഷണക്കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. പോലീസ് പീഡനത്തിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട ബിന്ദു നൽകിയ പരാതി ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. തുടർന്ന് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ബിന്ദുവിന്റെ തീരുമാനം. ഇന്നലെ നഷ്ടപരിഹാരം വേണമെന്ന് ബിന്ദു മനുഷ്യാവകാശ കമ്മീഷനിൽ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.